ഗായ്സ്, അപ്പം മോളിവുഡ് ടൈംസിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ നെസ്ലിൻ ഉണ്ടല്ലോ, നെസ്ലിൻ്റെ പുതിയ പടം വരാൻ പോവുക. ജൂൺ 5 തോന്നുന്നു റിലീസ്. അപ്പോൾ അതിൻ്റെ മോളിവുഡ് ടൈംസ് എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ഇന്നലെയാണ് വന്നത്. 23 മണിക്കൂറായി. 23 മണിക്കൂർ കൊണ്ട് 2.5 മില്യൺ അടിച്ച്. ടീസറിൻ്റെ നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്യാനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 1 മിനിറ്റും 47 സെക്കൻഡുമാണ് ടീസറിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അത് ആദ്യം ഒന്ന് റിയാക്ഷൻ ചെയ്തിട്ട് എന്താണെന്ന് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു പോവാം. അഭിനവ് സുന്ദറാണ്. ഇതാണ് ആസിഖ് ഉസ്മാനാണ് ഇതിൻ്റെ പ്രസൻസ്. അപ്പോൾ ഇതെന്തോ ഒരു പണ്ടത്തെ ലിങ്കായിട്ടുള്ള ഒരു കഥയാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ബാക്കി വീഡിയോ കണ്ടിട്ടേ ബാക്കി പറയാൻ പറ്റൂ. എന്തായാലും ടീസർ കാണാം. ടീസർ കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും നമുക്ക് ആദ്യം കാണാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ വീഡിയോ കാണാം. എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. ആഷിഖ് ഉസ്മാൻ മനോജ് നൈറ്റ് ചാമളന്റെ അച്ഛൻ മനോജ് നൈറ്റ് ചാമളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടർ ഓഫ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. അത് നിങ്ങൾ ഓർക്കണം. നമ്മളെ വിനീത് ശ്രീനിവാസൻ ഉണ്ടല്ലോ, വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച പടമാണത്. അടിപൊളി പടമാണ്. നല്ല അഭിപ്രായം കിട്ടിയ പടമാണ്. അപ്പം ഇനി അയാളാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഇപ്പം ആദ്യം കൊച്ചിനെ കാണിച്ചങ്ങ് തുടങ്ങിയത്. ഇവിടെ ഹോളിവുഡ് ഇല്ല. ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ് മതി, മോളിവുഡ് മതി. Always be recorded and remembered in history. എന്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോലെ, പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ഒരു സിനിമയെ പറ്റി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കഥ പോകുന്നത്. മോളിവുഡ് മലയാളത്തിലെ ഒരു സിനിമ, ഒരു വലിയ സിനിമ ആവണമെന്ന് എന്തോ പറഞ്ഞ അങ്ങനത്തെ ഒരു ട്രാക്കാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കി മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ആഘോഷിക്കപ്പെടും. കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസ് ഫോർ ഏജസ്. നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം. നീയാണ് നായകൻ, ഞാനും. യെസ്, അൺപ്രെഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് മനോജ് നൈറ്റ് ചാമളൻ ഫിലിം. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ സുചി. എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ. എനിക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഫുള്ളൊരു സിനിമ ഉണ്ടാക്കുന്ന നല്ലൊരു ഫിലിം ആളാവണം, മേക്കറാവണമെന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം, നെസ്ലിൻ്റെ. അപ്പോൾ ഇതിലെ കഥാപാത്രം അങ്ങനത്തെ ഒരു ട്രാക്കാണ് പിടിച്ച് പോകണമെന്ന് തോന്നുന്നു. നമുക്കിത് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റൂല. ഇപ്പോൾ ഇതുവരെ കണ്ടതിൽ അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ബാക്കി ഇനിയിപ്പോൾ ഉടനെ പടമുണ്ട്. ഇനിയൊരു 10 ദിവസം കൂടെ ഉള്ളൂ പടം റിലീസിനെത്തും. അത് പൊളിച്ചേ നെസ്ലൻ. Coming for the throne now, defining Bollywood, better than the old ones. Produced by Alinam Silver Live. I'm coming to save Malayalam cinema. ജൂൺ 5 വേൾഡ് വൈഡ് റിലീസ്. ഇത് ഒരു മോളിവുഡിനെ അങ്ങനെ അടിപൊളി ഒരു പടം അങ്ങനത്തെ രീതിയിലുള്ള ഒരു ട്രാക്കാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനിയിപ്പോൾ വന്നാലേ കാര്യമുള്ളൂ. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. എന്തായാലും ജൂൺ 5 റിലീസ്. വേൾഡ് എൻവിറോൺമെൻ്റൽ ഡേ അന്നാണ് റിലീസ് ചെയ്യുന്നത് അവർ ഈ സിനിമ. അപ്പോൾ എന്തായാലും അന്ന് ഇപ്പോൾ തന്നെ 17 ട്രെൻഡിങ് ചാർട്ടിൽ അത്രയിലാണ് കിടക്കുന്നത്. റീച്ചും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ബാക്കി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇതുവരെ കണ്ടിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ്. നല്ല സൂപ്പർ ട്രെയിലറായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ബാക്കി ഇനിയിപ്പോൾ സിനിമ കണ്ടിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ്റെ പടം
മുകുന്ദൻ ഒന്നിയം കാട്ടി ടീസർ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ റിയാക്ഷനോ വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും ഗുഡ് ബൈ.